ഒരുപാട് പേർക്ക് പ്രശ്നമുള്ള ഒരു കാര്യമാണ് ശരീരം വേദന. അതിൽ പലപ്പോഴും ശരീരവേദനയായിട്ട് പല ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയിട്ടുണ്ടാകും, പല പല ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടാകും. ടെസ്റ്റിലൊക്കെ നോർമൽ ആയിട്ടാണ് വരാറ്. ഡോക്ടേഴ്സിന്റെ ആണെങ്കിലും എന്താണ് കാരണം എന്നുള്ളത് പലപ്പോഴും കണ്ടുപിടിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥ. അങ്ങനത്തെ പേഷ്യൻസിന്റെ ഒരു കാര്യത്തെ പറ്റിയിട്ട്, ഒരു രോഗത്തെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അതാണ് ഫൈബ്രോമയാൾജിയ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് നല്ല ശരീരം വേദനയായിരിക്കും. പക്ഷേ ടെസ്റ്റുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സ്കാനിങ് റിപ്പോർട്ടുകളായിരിക്കും, ബ്ലഡ് ടെസ്റ്റുകളായിരിക്കും, എല്ലാത്തിലും നോർമൽ ആയിട്ട് ചിലപ്പോൾ കാണും. എന്താണ് റീസൺ, എന്തുകൊണ്ടാണ് ഈ ശരീരം വേദന വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അതാണ് ഈ ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്നത്. ഒരു ക്രോണിക് കണ്ടീഷനാണ്, അതായത് ദീർഘകാലമുള്ള ഒരു പ്രശ്നം. ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ശരീരമാസകലം ഇവർക്ക് വേദന ഉണ്ടാവും. ഇന്നൊരു പോർഷൻ എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ശരീരത്തിന്റെ രണ്ട് ഭാഗത്തായിട്ടും വേദന ഉണ്ടാവും. ചിലപ്പോൾ മുട്ടിനായിരിക്കാം, ചിലപ്പോൾ കാലുകൾക്കായിരിക്കാം, കൈക്കായിരിക്കാം. അങ്ങനെ മൊത്തത്തിൽ ഇവർക്ക് എപ്പോഴും വേദനയായിരിക്കും. അത് മാത്രമായിരിക്കില്ല, ഇവർക്ക് ഒരുപാട് ക്ഷീണം കാര്യങ്ങളൊക്കെ തോന്നാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ഇമോഷണലായിട്ട് ഇവർ വളരെയധികം ഇറിറ്റേറ്റഡ് ആയിരിക്കും. അതായത് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. ഇനി ഇത് റിലേറ്റഡ് ആയിട്ട് ഇവർക്ക് ഉറക്കത്തിൽ പ്രശ്നം വരാം. ചില പേഷ്യൻസിനാണെങ്കിൽ ഈ വേദന കാരണം കൊണ്ട് തന്നെ ഒരു ദഹനപരമായിട്ടും ഇവര് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാകും. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് സ്ത്രീകളിലാണ്. അതുപോലെ തന്നെ ഒരു 30 മുതൽ 50 വയസ്സ് വരെ ഉള്ള സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിന്റെ ലക്ഷണങ്ങൾ കാണുന്നത്. ഇവർ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ്, ഇവര് ഒരുപാട് വേദന എടുത്തിട്ട് പല ഡോക്ടേഴ്സിന്റെ അടുത്ത് ചെന്ന് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പൊതുവെ ടെസ്റ്റുകളിലൊക്കെ നോർമൽ ആകുമ്പോൾ വീട്ടിലുള്ളവരാണെങ്കിലും പറയും ഒരു പ്രശ്നമില്ലല്ലോ, ടെസ്റ്റുകളിലൊക്കെ നോർമൽ ആണ്, എപ്പോഴും വേദന വേദന എന്ന് പറയുന്നു, പക്ഷെ ടെസ്റ്റുകളിലൊക്കെ നോർമൽ അല്ല, പിന്നെ എന്താ പ്രശ്നം, എനിക്ക് വെറുതെ തോന്നുന്നതാന്നുള്ള രീതിയിൽ പറയും. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇവർ കുറച്ചും കൂടി ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോകുകയും ചെയ്യും. ഇനി ഈ പ്രശ്നത്തിന്റെ കൂടെ തന്നെ ഇവർക്ക് വാദത്തിൻ്റെതായിട്ടുള്ള ഇഷ്യൂസോ തൈറോയിഡ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ തേയ്മാനം രീതിയിലുള്ള പ്രശ്നങ്ങളും കൂടി ഉണ്ടെങ്കിൽ ഇവർക്ക് ഇത് വളരെയധികം കൂടാനായിട്ടും ചാൻസ് ഉണ്ട്. അപ്പോൾ ഫൈബ്രോമയാൾജിയ ഉള്ള ആൾക്കാരാണെങ്കിൽ ഡോക്ടേഴ്സിനാണെങ്കിൽ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ടെസ്റ്റുകളിലൊക്കെ നോർമൽ ആയാൽ തന്നെ പൊതുവെ ഇവരുടെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ എത്ര നാളുകളായിട്ട് ഇവർക്ക് വേദനയുണ്ട്, ഇനി വേദനയുള്ള ഭാഗങ്ങൾ ഒന്ന് എക്സാമിൻ ചെയ്യുമ്പോൾ തന്നെ ഡോക്ടേഴ്സിന് പലപ്പോഴും പിടികിട്ടാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ട്, അതായത് തേയ്മാനമോ വാദമോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് വളരെ കൃത്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കുക. മരുന്നുകളാണെങ്കിലും എക്സസൈസുകളാണെങ്കിലും ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം നോക്കണം. കാരണം ഒരു ആമവാദം പോലത്തെ ഒരു കണ്ടീഷനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിന്റെ കൂടെ തന്നെ ഫൈബ്രോമയാൾജിയും കൂടി ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് വേഴ്സൺ ആവും. ഇപ്പോൾ പൊതുവെ വാദത്തിലാണെങ്കിൽ കുറച്ചുകൂടി സിവിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ആമവാദം, അതായത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. അതിനേക്കാളും കുറച്ചും കൂടി സിവിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ആമവാദമോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ ഒരിക്കലും അത് തള്ളിക്കളയരുത്. ആ കൂട്ടത്തിൽ തന്നെ അതിനുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കണം, കൃത്യമായിട്ടുള്ള ഡയറ്റും എക്സസൈസും ഫോളോ ചെയ്യണം. ഇനി ഫൈബ്രോമയാൾജിയ ഉള്ള ആൾക്കാർക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നോക്കി നോക്കാം. ഏറ്റവും ബെസ്റ്റ് ഒരു കാര്യമാണ് മെഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഈ മെഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പറയുന്നതിന്റെ കാര്യം, ഈ മെഗ്നീഷ്യത്തിന് മസിൽ ക്രാംസ്, അതായത് ഈ മസിലുകളുടെ കോച്ചിപ്പിടുത്താണെങ്കിലും മസിൽസ് റിലാക്സ് ആക്കാനായിട്ടും സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ മെഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ടും ഈ സീഡ്സുകളാണെങ്കിലും നട്ട്സുകളിലാണെങ്കിലും നല്ലപോലെ മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. മെയിനായിട്ട് ഈ സൺഫ്ലവർ സീഡുകൾ, ഫ്ലാക്സ് സീഡുകൾ, അതുപോലെ തന്നെ ഓട്സ് ആണെങ്കിലും ബ്രൗൺ റൈസ് ആണെങ്കിലും മെഗ്നീഷ്യം നന്നായിട്ട് കിട്ടുന്ന ഒരു സോഴ്സ് കൂടിയാണ്. അപ്പൊ നിങ്ങൾ ഫൈബ്രോമയാൾജിയ പ്രശ്നം ഉള്ളവരാണെങ്കിൽ മെഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. കടല കാര്യങ്ങളൊക്കെ ഇതിന് വളരെ നല്ലത് തന്നെയാണ്. അപ്പൊ മെഗ്നീഷ്യം ഒരു ഡെഫിഷ്യൻസി രീതിയിലുണ്ടോ എന്നും കൂടി നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഡെഫിഷ്യൻസി രീതിയിലാണെങ്കിൽ സപ്ലിമെന്റ്സ് കാര്യങ്ങൾ ഡോക്ടർ പറയുന്നതിനനുസരിച്ച് എടുക്കുക. ഇപ്പൊ പ്രത്യേകിച്ച് മെഗ്നീഷ്യത്തിന്റെ സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് നല്ലപോലെ വെള്ളം കുടിച്ചിരിക്കണം. മെഗ്നീഷ്യം സപ്ലിമെന്റ്സ് എടുക്കുന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അത് മാൻഡേറ്ററി ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വയറ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡോക്ടറോട് പ്രത്യേകം ചോദിച്ച് മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മൾട്ടി വിറ്റമിൻസും ഇതിന് വളരെ ഹെൽപ്ഫുൾ ആകുന്ന ഒരു കാര്യം കൂടിയാണ്. പിന്നെ നിങ്ങൾക്ക് ഇൻഫ്രാറെഡ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇൻഫ്രാറെഡ് അറിയാത്ത ആൾക്കാർക്ക് ആ വീഡിയോയും കൂടി കാണാവുന്നതാണ്. അതുപോലത്തെ ലൈറ്റ് തെറാപ്പീസ് ആണെങ്കിലും നല്ലപോലെ ബ്ലഡ് സർക്കുലേഷൻ ആ ഭാഗത്തോട്ട് ഇൻക്രീസ് ചെയ്യാനാണെങ്കിലും അവിടുത്തെ മെറ്റബോളിക് വേസ്റ്റ് കാര്യങ്ങളൊക്കെ തിരിച്ച് എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ടാണെങ്കിലും വളരെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്.
പൊതുവെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടിയാൽ തന്നെ അവിടേക്ക് നന്നായിട്ട് ന്യൂട്രിയൻസ് കാര്യങ്ങളൊക്കെ എത്തുകയും നമുക്ക് വേദന നല്ലപോലെ കുറയ്ക്കാനായിട്ടും സാധിക്കും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇൻഫ്രാറെഡ് എന്നല്ല, വീട്ടിൽ ചെയ്യുവാനായിട്ട് പറ്റുന്ന ഏറ്റവും വലിയ നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ചൂട് പിടിക്കുക. ഈ ചൂട് പിടിക്കുമ്പോഴും സെയിം ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഒരു 5-10 മിനിറ്റ് ചൂട് വെക്കുന്നതും ഈ ഒരു കണ്ടീഷൻ വളരെ നല്ലതാണ്. ഞാനിപ്പോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നത് മസിൽസിനെ റിലാക്സ് ചെയ്യാനായിട്ടുള്ള മെത്തേഡുകളാണ്. ഫൈബ്രോമയാൾജി ഉള്ളവരാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അവരുടെ മസിൽസ് റിലാക്സ് ചെയ്യാനായിട്ടും മൈൻഡ് റിലാക്സ് ചെയ്യാനായിട്ടാണ്. സൈക്കോളജിക്കലായിട്ടും ഫൈബ്രോമയാൾജി നല്ലപോലെ എഫക്റ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മസിൽസ് റിലാക്സ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ സ്ട്രെസ് കാര്യങ്ങൾ, ഇമോഷൻസ് ഒക്കെ ഒന്ന് കൺട്രോൾ ആക്കാനും സ്ട്രെസ് ടെൻഷൻ കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ഫൈബ്രോമയാൾജി എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണും, എന്ത് ചെയ്യണം എന്നുള്ളതും മനസ്സിലായി കാണും. അപ്പോൾ ഇതുപോലത്തെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരാം. നിങ്ങൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാം. ഫൈബ്രോമയാൾജി മാത്രമല്ല ഏതൊരു അസുഖങ്ങൾക്കും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ ദിസ് ഇസ് ഡോക്ടർ ഇൻല മേരി ജോബ്സൺ സൈനിങ് ഓഫ്.